ഓം ശിവസ്വരൂപായ നമഃ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് സ്കന്ദഷഷ്ടി വ്രതം എടുക്കുന്നവരുടെ രണ്ടാമത്തെ ദിവസമാണ്. ടോട്ടൽ 6 ദിവസമാണ് സ്കന്ദഷഷ്ടി വ്രതമുള്ള. 6 ദിവസം കഴിഞ്ഞിട്ട് 7ാമത്തെ ദിവസം സുബ്രഹ്മണ്യ സ്വാമിയുടെ കല്യാണമാണെന്നാണ് പറയാം. വള്ളിയും ദേവയാനിയായിട്ട് അദ്ദേഹത്തിൻ്റെ തിരുമണം നടക്കുന്ന ദിവസം 7ാം ദിവസമാണ്. സ്കന്ദഷഷ്ടി കഴിഞ്ഞിട്ട് വരുന്ന ദിവസം കേട്ടോ. അപ്പോൾ ഞാനിന്ന് സുബ്രഹ്മണ്യ സ്വാമിയെക്കുറിച്ചുള്ള ഒരു കഥ, റിയലായിട്ട് നടന്നൊരു കഥ നിങ്ങളുടെ അടുത്ത് പറയാമെന്ന് വിചാരിച്ചു. തമിഴിയൻസ് കൂടുതലും പ്രാർത്ഥിക്കുന്നത് മുരുക ഭഗവാനെയാണ്. അവർക്ക് മുരുകൻ കഴിഞ്ഞേ ഉള്ളൂ എന്തും. ഭയങ്കര കടുത്ത ഭക്തരാണ് അവർ. പ്രത്യേകിച്ച് തമിഴിയൻസ് എന്ന് പറയുമ്പോൾ അവർ കുറച്ചും കൂടി എന്താ പറയുക, നമ്മുടെ ഇന്ത്യൻ കൾച്ചറുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസാണ് തമിഴിയൻസ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഒരു തമിഴിയൻസ് പോലും നെറ്റിയിൽ ഭസ്മം തൊടാതെ നമ്മളവർ കാണില്ല എന്നുള്ളതാണ്. അവർ അത്രയ്ക്ക് ട്രഡീഷൻ ഫോളോ ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് തമിഴിയൻസിൻ്റെ. ഒരു അമ്മയുണ്ടായിരുന്നു പ്രായമായുള്ളത്. ആ അമ്മ എനിക്ക് പറഞ്ഞു തന്നൊരു കഥയാണിത്. ഇത് ശരിക്കും നടന്ന കഥയാണ് കേട്ടോ. അപ്പോൾ കഥ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊള്ളാച്ചിയിൽ ഒരു ജന്മി ഉണ്ടായിരുന്നു. ഈ ജന്മിക്ക് ആൺകുട്ടികളുണ്ടായിരുന്നില്ല. അപ്പോൾ ഇദ്ദേഹം കടുത്തൊരു മുരുകഭക്തനായിരുന്നു. അപ്പോൾ അദ്ദേഹം മുരുക ഭഗവാൻ ഒരു നേർച്ച നേർന്നു. എനിക്കൊരു ആൺകുട്ടി ഉണ്ടാവുകയാണെങ്കിൽ 10,000 വാഴപ്പഴം പഞ്ചാമൃതം ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് അദ്ദേഹം സമർപ്പിച്ചോളാമെന്ന് അദ്ദേഹം മുരുക ഭഗവാന് നേർച്ച നേർന്നു. അതിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തിന് ഒരു ആൺകുട്ടി ജനിച്ചു. അപ്പോൾ ഈ ജന്മി അദ്ദേഹത്തിൻ്റെ ഡ്രൈവറെ വിളിച്ചിട്ട് പറഞ്ഞു, 10,000 വാഴപ്പഴം കൊണ്ട് നീ മുരുകക്ഷേത്രത്തിൽ പോകണം. അവിടെ അവരോട് പറയണം പഞ്ചാമൃതം ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് ഈ വാഴപ്പഴം സമർപ്പിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഈ വാഴപ്പഴം അവിടെ സമർപ്പിക്കണം. തൊഴുത് നീ തിരിച്ചു വരണം എന്ന് പറഞ്ഞിട്ട് 10,000 വാഴപ്പഴവും കയറ്റിയിട്ടുള്ളൊരു വണ്ടിയിൽ ഇദ്ദേഹത്തെ വിട്ടു. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ബില്ലൊക്കെ കൊടുത്ത് ഇത്ര വാഴപ്പഴത്തിൻ്റെ കണക്കാക്കണം, ബാക്കിയുള്ള ഡേറ്റും റെസീപ്റ്റൊക്കെ കൊടുത്തിട്ട് ഇദ്ദേഹത്തിനെ വിടുകയാണ് പഴനിയിലേക്ക്. അങ്ങനെ നെയ്ക്കാരപ്പട്ടി എന്നൊരു സ്ഥലത്തെത്തിയപ്പോൾ ഇദ്ദേഹത്തിന് ചായ കുടിക്കാൻ തോന്നി. അങ്ങനെ ഇദ്ദേഹം വഴിയോരത്ത് വണ്ടി പാർക്ക് ചെയ്തിട്ട് ഈ ഡ്രൈവർ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയം നിർധനയായ ഒരു അമ്മയും കുഞ്ഞും ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നു. ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിട്ട് ഭിക്ഷ ചോദിച്ചു. അപ്പോൾ ഈ ഡ്രൈവർ പറഞ്ഞു, എൻ്റെ കയ്യിൽ കാശായിട്ടില്ല മോളെ എന്ന് പറഞ്ഞു. അങ്ങനെ ഈ സ്ത്രീ, ഭിക്ഷ ചോദിച്ച് വന്ന സ്ത്രീ പറഞ്ഞു, എനിക്കും എൻ്റെ കുഞ്ഞിനും വിശന്നിരിക്കുകയാണ്, കുറച്ച് ദിവസമായി ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് എന്തെങ്കിലും ഭിക്ഷ തരണം എന്ന് വീണ്ടും അപേക്ഷിച്ചു. അപ്പോൾ ഇദ്ദേഹത്തിന് സങ്കടം തോന്നിയിട്ട് ഇദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 10,000 വാഴപ്പഴം മുതലാളി കൊടുത്തയച്ചിട്ടുണ്ടല്ലോ നേർച്ചയ്ക്ക് വേണ്ടിയിട്ട്, അതിൽ നിന്ന് 3 വാഴപ്പഴം ഈ അമ്മയ്ക്കും കുഞ്ഞിനും കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, മോളെ എൻ്റെ കയ്യിൽ കാശില്ല, എൻ്റെ കയ്യിൽ ഇപ്പോൾ തരാൻ ഇത് മാത്രമേ ഉള്ളൂ, ഇത് നിൻ്റെ കയ്യിലിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ 3 വാഴപ്പഴം ഈ ഭിക്ഷ ചോദിച്ചു വന്ന സ്ത്രീക്ക് കൊടുത്തിട്ട് ഇദ്ദേഹം പോയി നേർച്ചയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വന്ന് ഈ റെസീപ്റ്റ് അടക്കം മുതലാളിയുടെ കയ്യിൽ കൊടുത്തിട്ട് ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി. അന്ന് രാത്രി ഈ മുതലാളിക്ക് മുരുക ഭഗവാന്റെ ദർശനം ഉണ്ടാവുകയാണ് സ്വപ്നത്തിൽ. ദർശനത്തിൽ മുരുക ഭഗവാൻ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, നീ എനിക്ക് കൊടുത്തുവിട്ട 3 വാഴപ്പഴം ഞാൻ സ്വീകരിച്ചു എന്നാണ് ഇദ്ദേഹം കേൾക്കുന്നത്. മുതലാളി കേൾക്കുന്നത് ഇതാണ്. മുരുക ഭഗവാൻ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഇങ്ങനെയാണ് പറയുന്നത്, നീ എനിക്ക് വേണ്ടി കൊടുത്തയച്ച 3 വാഴപ്പഴം അത് ഞാൻ സ്വീകരിച്ചു. ഇദ്ദേഹം വേഗം ഞെട്ടി എഴുന്നേറ്റിട്ട് ഇദ്ദേഹം ചിന്തിക്കുകയാണ്, ഇതെന്താണ് മുരുക ഭഗവാൻ വെറും 3 വാഴപ്പഴത്തിൻ്റെ കാര്യം മാത്രം പറയുന്നത്? 10,000 വാഴപ്പഴം ഞാൻ കൊടുത്തു വിട്ടതിൽ മുരുക ഭഗവാൻ പറയുന്നത് ഈ 3 വാഴപ്പഴത്തിൻ്റെ കാര്യം മാത്രമാണല്ലോ. അപ്പോൾ എൻ്റെ ഡ്രൈവർ എന്നെ ചതിച്ചോ എന്നുള്ളൊരു ചിന്തയാണ് ഇദ്ദേഹത്തിന് വന്നത്. അപ്പോൾ ഈ ജന്മി എന്ത് വിചാരിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 10,000 ഇദ്ദേഹം കൊടുത്തുവിട്ട വാഴപ്പഴത്തിൽ ഈ ഡ്രൈവർ വെറും 3 വാഴപ്പഴം മാത്രമാണ് ഭഗവാന് സമർപ്പിച്ചതെന്ന് ഇദ്ദേഹം തെറ്റിദ്ധരിച്ച് പിറ്റേ ദിവസം രാവിലെ ഇദ്ദേഹത്തിനെ കൊണ്ടുവരികയും ഇദ്ദേഹത്തിനെ വിചാരണ ചെയ്യുകയും ചെയ്തു. ഇദ്ദേഹത്തിനെ കെട്ടിയിട്ടിട്ട് ചോദിച്ചു, നീ എന്തുകൊണ്ടാണ് ഞാൻ കൊടുത്ത വാഴപ്പഴം അത്രയും അവിടെ സമർപ്പിക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ ഈ ഡ്രൈവർ പറഞ്ഞു, ഞാനതിന് സമർപ്പിച്ചുല്ലോ എല്ലാം, പിന്നെന്താണ് ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞതെന്ന് ചിന്തിച്ചിട്ട് ഇദ്ദേഹം ചോദിച്ചു, എന്താണ് അങ്ങനെ പറയണേ മുതലാളിയെന്ന് ചോദിച്ചു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, മുരുക ഭഗവാൻ സ്വപ്നദർശനം എനിക്ക് തന്നിട്ട് എന്നോട് പറഞ്ഞു, നീ എനിക്ക് സമർപ്പിച്ച വെറും 3 വാഴപ്പഴം അത് സ്വീകരിച്ചു എന്ന് പറഞ്ഞു. അദ്ദേഹം വെറും 3 വാഴപ്പഴത്തിൻ്റെ കാര്യം മാത്രമാണ് മുരുക ഭഗവാൻ എൻ്റെ അടുത്ത് പറഞ്ഞത്. ബാക്കി വാഴപ്പഴം നീ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു. ഈ 3 വാഴപ്പഴം എന്ന് പറഞ്ഞപ്പോൾ ഈ ഡ്രൈവർക്ക് കാര്യം മനസ്സിലായി. ഇദ്ദേഹം പറഞ്ഞു, ആ സംഭവം സത്യം പറയാം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഈ മുതലാളി ജന്മി ഇദ്ദേഹത്തിനെ കെട്ടൊക്കെ കഴിച്ചിട്ട് പറഞ്ഞു, ഇനി നീ സത്യം പറയുമെന്ന് പറഞ്ഞു.
അപ്പോൾ ഇദ്ദേഹം എല്ലാം നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇങ്ങനെ ഒരു സ്ത്രീയെ കണ്ടുമുട്ടിയതും കൈക്കുഞ്ഞുമായിട്ട് അവർ വന്നതും ഭിക്ഷ യാചിച്ചതും ഇദ്ദേഹം ആ 3 വാഴപ്പഴം ആ സ്ത്രീക്ക് കൈമാറിയതും പറഞ്ഞു. അപ്പോഴാണ് യജമാനന്, ഈ മുതലാളിക്ക് തിരിച്ചറിവ് വന്നത്. അദ്ദേഹത്തിന് മനസ്സിലായി ഞാൻ ചെയ്ത തെറ്റെന്താണെന്ന്. അങ്ങനെ ജന്മി ഈ ഡ്രൈവറിനോട് സോറിയൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് അർത്ഥം മനസ്സിലാക്കിയത്? അദ്ദേഹം കൊടുത്ത 10,000 വാഴപ്പഴത്തേക്കാളും വിശന്ന ഒരു വയറിന് കൊടുത്ത ആ 3 വാഴപ്പഴമാണ് ഭഗവാൻ സ്വീകരിച്ചത്. അതല്ലേ, എത്ര പുണ്യപ്രവൃത്തിയാണല്ലേ അത്. അത് കൊടുക്കാൻ കാണിച്ച ആ ഡ്രൈവറിൻ്റെ മനസ്സും അതിലേറെ മഹത്തരാണ്. അപ്പോൾ ഈ ഒരു കഥ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു. കാരണം വളരെ കുറവ് കഥകൾ, വളരെ പരിമിതമായ അറിവുകളാണ് നമുക്ക് സുബ്രഹ്മണ്യ സ്വാമിയെക്കുറിച്ച് നമ്മൾ കേരളീയർക്കുള്ളത്. അപ്പോൾ എൻ്റെ ഈ അറിവ് എനിക്കത് നിങ്ങളിലേക്കും പറഞ്ഞു തരണം എന്ന് തോന്നി. സ്കന്ദഷഷ്ടിയല്ലേ, സ്കന്ദൻ്റെ അപ്പോൾ കഥകളല്ലേ ഈ സമയത്ത് പറയേണ്ടത്. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. ഹരി ഓം തത്സത്ത്.